കുർബാന വിഷയത്തിലുണ്ടാക്കിയ സമവായത്തിൽ നിന്ന് പിന്മാറുമെന്ന ഭീഷണിയുമായി എറണാകുളം അങ്കമാലി അതിരൂപത അൽമായ മുന്നേറ്റവും വൈദികരും. എറണാകുളം അതിരൂപതയ്ക്ക് സഹായമെത്രാന്മാരെ നിയമിക്കാത്തതിലാണ് പ്രതിഷേധം. വലുപ്പത്തിൽ ഇന്ത്യയിലെ രണ്ടാമത്തേതും സഭയിൽ ഒന്നാമത്തേതുമായ എറണാകുളം അങ്കമാലി മേജർ അതിരൂപത സ്വന്തമായി മെത്രാനില്ലാതെ അനാഥമായി തുടരുകയാണെന്നും എന്നാൽ താരതമ്യേന ചെറിയ രൂപതയായ കോട്ടയം രൂപതയ്ക്ക് 4 മെത്രാന്മാരുണ്ടാവുമെന്നത് സഭാചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത നടപടിയാണെന്നും ഇവർ പറയുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കെതിരെ സീറോ മലബാർ സഭാ സിനഡ് അനീതിയും അവഗണനയും തുടരുകയാണ്. ഇതിനെതിരെ അന്ത്യശാസനവുമായാണ് വൈദികരും ഇടവക പ്രതിനിധികളും കൊച്ചിയിൽ പ്രതിഷേധ യോഗം ചേർന്നത്. സീറോ മലബാർ സിനഡിൻ്റെ അപക്വമായ നടപടികൾ അംഗീകരിക്കില്ലെന്നും കോട്ടയം രൂപതയ്ക്ക് മൂന്നാമതൊരു സഹായമെത്രാനെ നൽകിയത് ഇതുവരെ പാലിച്ചു പോന്ന സഭാ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഇവർ കുറ്റപ്പെടുത്തി. കാരണം ഇത് സഭയുടെ കത്തോലിക്ക സഭയ്ക്ക് ഒരു ഇന്ത്യൻ ഭരണഘടന എന്നതുപോലെ കാനൂനിക നിയമങ്ങളുണ്ട്. ആ കാനൂനിക നിയമങ്ങൾ ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് അതിന് തക്കതായ ഒരു നിവേദനം മാർപ്പാപ്പയ്ക്ക് ഞങ്ങൾ കൊടുക്കുന്നതാണ്. 2 ലക്ഷത്തിൽ താഴെ മാത്രം വിശ്വാസികളുള്ള കോട്ടയം രൂപതയ്ക്ക് 3 സഹായമെത്രാന്മാരടക്കം 4 മെത്രാന്മാരുണ്ടാകുമ്പോൾ 6 ലക്ഷം വിശ്വാസികളുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഒരു സഹായമെത്രാൻ പോലുമില്ലാത്ത സാഹചര്യമാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയെ നിരന്തരം അവഗണിച്ച് മുന്നോട്ട് പോകാനുള്ള സിനഡ് തീരുമാനം അംഗീകരിക്കാൻ സാധിക്കില്ല. അതായത് ഇവിടെ ഇതൊരു രണ്ടാം തരം അതിരൂപതയാണ് എന്ന മട്ടിൽ സീറോ മലബാർ സഭയിലെ മറ്റു ബിഷപ്പുമാർ കരുതുന്നത് വലിയ അപകടം പിടിച്ചൊരു സാഹചര്യമാണ്. ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിഷയത്തിൽ പുറമേ നിന്നുള്ള ബിഷപ്പുമാർ നിരന്തരമായി ഇടപെടുന്നു. ഒരാവശ്യമുള്ള കാര്യമല്ല. അതെന്തുകൊണ്ടാണ്? ഞങ്ങൾക്കിവിടെ ഒരു ബിഷപ്പില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എന്തിനു വേണ്ടിയാണ് നമ്മൾ സമവായം ഉണ്ടാക്കിയത്? ഈ സീറോ മലബാർ സഭയോട് സമ്പൂർണ്ണമായി യോജിച്ചു പോകാനാണ്. ഇവിടെ 328 പള്ളികളുള്ളതിനകത്ത് മിക്കവാറും ഒരു 300 ചിലാൻ പള്ളികളിലും ഈ സമവായം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. സമാധാനപരമായി ഞങ്ങൾ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നു. എന്നിട്ടും ഞങ്ങൾക്കൊരു ബിഷപ്പിനെ തരാൻ ഇവർ തയ്യാറാകാത്തത് ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാക്കും. അടുത്ത സിനഡിനുള്ളിൽ ഇത് നടന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഈ സമവായത്തിൽ നിന്ന് പിന്മാറുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കും. സമ്പത്തുള്ളവർക്ക് സ്ഥാനമാനങ്ങൾ നൽകി ആദരിക്കുന്ന തരത്തിലേക്ക് സഭാ സംവിധാനങ്ങൾ തകർന്നുവെന്നും കലൂരിൽ പ്രതിഷേധ യോഗം ചേർന്ന സമിതി അംഗങ്ങൾ ആരോപിച്ചു. അതിരൂപതാ വൈദികരിൽ നിന്ന് മെത്രാന്മാരെ ലഭിക്കുന്നതുവരെ ഇടവകകളിൽ മേജർ ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെയുള്ളവരെ ബഹിഷ്കരിക്കാനും യോഗം ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, കൊച്ചി.